ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തന്നൂസ് വേൾഡ്. ഇന്നൊരു കുട്ടി ക്രാഫ്റ്റ് ആയാലോ? ഒരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വേസ്റ്റായി പോകുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടി ക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണുക. ഒരുപാട് നേരത്തെ പരിശ്രമം ഞാൻ വളരെ ഒരു 3 മിനിറ്റത്തെ വീഡിയോ ആക്കി ചുരുക്കിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു കാർഡ്ബോർഡ് പേപ്പറിലേക്ക് ഒരു ഓവൽ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മേളിലേക്ക് ഒരു ബ്ലൂ കളറും ഒരു വൈറ്റ് കളറും കൂടിയിട്ട് ഒരു മിക്സ് ചെയ്തിട്ടൊരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക് അതെന്താ ചെയ്യാൻ പോണേന്നുള്ളത്. അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ മേളിലേക്ക് ഞാൻ പശ തേച്ചിട്ട് താഴത്ത് മാത്രം ഒരു വേവ് പോലെ പശ തേച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് പിസ്താശലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിസ്തയുടെ തോടൊക്കെ ഇങ്ങനെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതിന് പകരം നമുക്ക് ഇതേപോലത്തെ എന്തെങ്കിലും കുട്ടി കുട്ടി ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. ആ ഫെവിക്കോൾ തേച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഫുള്ളായിട്ട് പിസ്തയുടെ ഷെല്ല് ഒരുപാട് ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കത് കാണുന്ന സമയത്തൊരു കല്ല് പോലെയൊക്കെ തോന്നുന്ന രീതിയിലേക്ക്, അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിൻ്റെ മേളിലേക്ക് ചെറിയ ചെറിയ ഒരു സ്പേസ് വിട്ടിട്ട് ഒരു 5-6 ഷെല്ലും കൂടിയിട്ട് അതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം, പശ നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് അതിൻ്റെ മേളിൽ കളർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിസ്താശിലല്ലേ പെട്ടെന്ന് അടർന്നു പോകാനും ഫെവിക്കോൾ വെച്ചിട്ടൊക്കെ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് അടർന്നു പോരും. അപ്പോൾ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒന്ന് കളർ ചെയ്തെടുക്കാം. താഴത്തേക്ക് ഞാൻ ബ്ലാക്കിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു ഹാഷ് കളറാക്കി. എന്തെങ്കിലും ഹാഷ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഹാഷ് കളർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കുറച്ചും കൂടി ഡള്ളാവുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു ഹാഷ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഹാഷ് പോലെയൊക്കെ തോന്നുന്ന രീതിയിലേക്ക്, നല്ല ഹാഷ് അല്ല, ചെറുതായിട്ടൊന്ന് തോന്നുന്ന രീതിയിലേക്ക് ഞാൻ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഓരോ പിസ്തയുടെ ഷെല്ലിനും ഓരോരോ ഡിസൈൻ വെച്ചിട്ട് വരച്ചിട്ട് നമുക്ക് ഓരോരോ മീനുകളാക്കി എടുക്കാം. അതാണ് എൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ മീനുകളാക്കി എടുക്കുമ്പോൾ അതിന് താഴത്ത് കുറച്ച് പുല്ലൊക്കെ വേണമല്ലോ. കടലൊക്കെ ആകുമ്പോൾ പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ. ചെറിയ രീതിയിൽ ഒറിജിനാലിറ്റിയുള്ള കടലല്ല, ചെറിയ രീതിയിലുള്ളൊരു കടലാവുമ്പോൾ അതിൽ കുറച്ച് മുള്ളും താഴത്ത് വളരുന്ന കുറച്ച് കടലിലൊക്കെ വളരുന്ന കുറച്ച് ചെടികളുണ്ടല്ലോ, അതേപോലത്തെ കുറച്ച് ചെടികളും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു കുട്ടി ക്രാഫ്റ്റ് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓരോ ഫിഷിനും ഞാൻ ഓരോ ഡിസൈനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, ഓരോരോ കളറ്. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ ഫിഷിൻ്റെ മേളിൽ ഒന്ന് അലങ്കാരപ്പണികൾ നമുക്ക് ചെയ്തെടുക്കാം. ഓരോ റെഡും യെല്ലോയും ഗ്രീനും ഒക്കെ വെച്ചിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് എന്തെങ്കിലും കളറിലെ രീതിയിൽ ഓരോ ഡിസൈനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഫിഷുകളായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.